വായ്പാ ബാധ്യതകളിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരമൊരുക്കി കിള്ളിമംഗലം ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക്. ബാങ്കിന്റെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി 2026 കുടിശ്ശികയുള്ള വായ്പകൾ വൻ ഇളവുകളോടെ തീർപ്പാക്കാം. സാധാരണ വായ്പകൾ, വസ്തു വായ്പകൾ, ഓവർഡ്രാഫ്റ്റ്, MDS വായ്പകൾ എന്നിവയ്ക്ക് ആനുകൂല്യം ലഭ്യമാണ്. കൃത്യമായി തിരിച്ചടയ്ക്കുന്നവർക്ക് പലിശയിൽ 10% ഇളവും ബാങ്ക് വാഗ്ദാനം ചെയ്യുന്നു. ബാങ്കിന്റെ വിവിധ ബ്രാഞ്ചുകളിൽ സംഘടിപ്പിക്കുന്ന അദാലത്തുകളിൽ പങ്കെടുത്ത് ഈ ആനുകൂല്യം സ്വന്തമാക്കാം. ഒപ്പം നിക്ഷേപങ്ങൾക്ക് 8% വരെ പലിശയും മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേക ഇളവുകളും ബാങ്ക് നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് കിള്ളിമംഗലം ഹെഡ് ഓഫീസുമായോ ആറ്റൂർ, മനപ്പടി, കമ്പനിപ്പടി, പാഞ്ഞാൾ, ഉതുവടി ബ്രാഞ്ചുകളുമായോ ബന്ധപ്പെടുക. ഫോൺ 9188940075. തിരുവല്ലോമലയിൽ കേരള പ്രവാസി സംഘത്തിന്റെ നേതൃത്വത്തിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P. പ്രശാന്തി ഉദ്ഘാടനം നിർവഹിച്ചു. കേരള പ്രവാസി സംഘം തിരുവല്ലോമല പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കുടുംബ സംഗമം തിരുവല്ലോമല വായനശാല ഹാളിൽ വെച്ച് നടന്നു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P. പ്രശാന്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. നിരവധി പ്രവാസികളും കുടുംബങ്ങളും പങ്കെടുത്ത സംഗമത്തിൽ പ്രവാസി സംഘം തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും പ്രവാസി മിഷൻ ജില്ലാ കോർഡിനേറ്ററുമായ MM ഹനീഫ മുഖ്യപ്രഭാഷണം നടത്തി. വിഭാഗമാണ് പ്രവാസി എന്നുള്ളതാണ്. ആ കാലഘട്ടത്തിലെ രണ്ടാമത് കോൺഗ്രസ് സർക്കാർ ഒന്നും ചെയ്തില്ല. അതിനുശേഷം വന്ന BS പ്രവാസിക്ക് ആദ്യമായിക്കൊണ്ട് നമ്മുടെ ഇന്ത്യയിലും മറ്റുള്ള രാജ്യങ്ങളിലും ഒന്നും ഇല്ലാത്ത ഒരു പെൻഷൻ സ്കീം, 500 രൂപ പെൻഷൻ ആയിക്കൊണ്ട് ആദ്യമായി കേരളത്തിൽ നിലവിൽ വന്നത്. ആ 500 രൂപ BS-ന്റെ ശേഷം വന്ന ഉമ്മൻചാണ്ടി സർക്കാർ തുടർന്നു പോയി എന്നല്ലാതെ അതിലൊരു വർധനവും നടത്തിയില്ല. വീണ്ടും വന്ന ഒന്നാം പിണറായി സർക്കാരാണ് ആ 500 രൂപയിൽ നിന്ന് 2000 ആയിക്കൊണ്ടും രണ്ടാം പിണറായി സർക്കാർ 3500 ഇവരെ വർദ്ധിപ്പിക്കപ്പെടുന്നതായി. പ്രവാസി സംബന്ധമായ വിവിധ വിഷയങ്ങളും നിലവിൽ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ക്ഷേമ പദ്ധതികളെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു. കുടുംബ സംഗമങ്ങളിലൂടെ പ്രവാസികൾക്കിടയിൽ ഐക്യവും പരസ്പര ബഹുമാനവും വളർത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രവാസി സംഘം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് UP ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി KS യൂസഫ്, KP ഉമാശങ്കർ, ശ്രീധരൻ മലാറ, സന്ധ്യ, ബീന, മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. അതുപോലെ എല്ലാ ആളുകളെയും ക്ഷേമനിധി അംഗീകാരം അവരുടെ കുടുംബം നന്നായി പോകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. സാമ്പത്തികമായിട്ട് യാതൊരു ലാഭമില്ല. അപ്പൊ നമ്മളിത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ചെറുതായിട്ടൊരു സർവീസ് ചാർജ് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. പക്ഷെ പ്രവാസികളുടെ കുടുംബത്തിന് അത് നല്ലൊരു പെൻഷൻ പദ്ധതി എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ വാർദ്ധക്യ പെൻഷനാണ് ഇപ്പോൾ കിട്ടുക. അത് 2000 രൂപയാണ്. അപ്പൊ മാക്സിമം നമ്മൾ 5 വർഷം മിനിമം അടച്ചു കഴിഞ്ഞാൽ 3000 രൂപ ഗൾഫിലുള്ള പ്രവാസിക്ക്, നാട്ടിൽ വന്നിട്ട് ആൾക്ക് 3000 നാട്ടിൽ വന്നിട്ട് 3000 രൂപയാണ് പെൻഷൻ. അതുകൂടാതെ പല ആളുകൾക്കും അറിയാത്തൊരു കാര്യമാണ്. നല്ല രീതിയിൽ വരും വർഷങ്ങളിൽ നല്ല രീതിയിൽ ഈ കുടുംബസംഗമം കൊണ്ടുപോകാനും ഇനി ആരെങ്കിലും ഇതിന് പങ്കാളികളാവാനുണ്ടെങ്കിൽ അവരെ കൂടി ഏട്ടൻ പറഞ്ഞ പോലെ ആ മാലയിലെ മുത്തുമണികൾ പോലെ ഓർത്തു വയ്ക്കാനാണ് ഈ സംഘടനയ്ക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവരുടെ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. CCV ന്യൂസ്, തിരുവല്ലോമല.